നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇറ്റലിയിലെ ഗുബ്ബിയോ എന്ന നഗരം. അപ്പോ മെയ് 15-ാം തീയതിയാണ്. ഇടുങ്ങിയ തെരുവുകളിലൂടെ ആയിരക്കണക്കിന് ആളുകളിങ്ങനെ ഭയങ്കര ആവേശത്തോടെ അലറിക്കൊണ്ട് ഓടുവാണ്. വെറുതെയല്ല ഈ ഓട്ടം. അവരുടെ ചുമലിൽ ഏകദേശം 5 മീറ്റർ ഉയരമുള്ള വലിയ മരത്തൂണുകളുണ്ട്. അതെ, അതായത് ഏകദേശം 300 കിലോഗ്രാമോളം ഭാരമുള്ള കൂറ്റൻ മരത്തൂണുകൾ. വിയർത്തൊലിച്ച് ആ വലിയ ഭാരവും ചുമന്നുകൊണ്ട് ചെങ്കുത്തായൊരു മലമുകളിലേക്കാണ് അവർ പാഞ്ഞു കയറുന്നത്. ശരിയാണ്. ഈ കാഴ്ച കാണാൻ ആർക്കും തോന്നും, ചരിത്രത്തിലെ വലിയൊരു പോരാളിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധവീരനെയോ സ്മരിക്കാനായിരിക്കും ഈയൊരു ആചാരമെന്ന്. പക്ഷേ അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം ഇരിക്കുന്നത്. ഈ കാട്ടുതീ പോലെയുള്ള ഭയങ്കര സാഹസികമായ ഓട്ടമത്സരം നടക്കുന്നത് മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ ശാന്തനായ ഒരു മെത്രാനെ ആദരിക്കാനാണ്. അതെ അതെ, അക്രമങ്ങളെയും യുദ്ധങ്ങളെയും അതികഠിനമായി വെറുത്തിരുന്ന ഒരാൾ. കൃത്യം. ഇനി ഇതിലും വലിയ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, സമാധാനത്തിന്റെ പ്രതീകമായ ഇതേ വ്യക്തിയുടെ പേരിൽ 17-ാം നൂറ്റാണ്ടിൽ പിശാചുക്കളെ തുരത്താനുള്ള പുസ്തകങ്ങൾ വരെ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ്. ശരിക്കും ഒരു വല്ലാത്ത വൈരുദ്ധ്യമാണത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വിചിത്രമായ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരാളുടെ പേരിൽ സംഭവിക്കുന്നത്? ഇന്ന് നമ്മളുടെ ഈ ഡീപ് ഡൈവിൽ നാം പരിശോധിക്കാൻ പോകുന്ന സ്രോതസ്സുകൾ നമ്മളുടെ ഈ ധാരണകളെ ആകെ മാറ്റിമറിക്കാൻ പോവുകയാണ്. തീർച്ചയായും. ഈ ചരിത്രരേഖകൾ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം മറ്റൊന്നാണ്. അതായത്, ചരിത്രമെന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ വെറുമൊരു റെക്കോർഡ് ബുക്കല്ല. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ ഭയങ്ങൾ, അവരുടെ അരക്ഷിതാവസ്ഥകൾ, പിന്നെ അവരുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് രൂപമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിയാണത്. ശരിയാണ്. നമ്മള് വിശുദ്ധ ഉബാൾഡോ അഥവാ സെന്റ് ഉബാൾഡോയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെറുമൊരു പുണ്യവാളന്റെ കഥയല്ല, മറിച്ച് ജനങ്ങൾ തങ്ങളുടെ സ്വന്തം അതിജീവനത്തിനായി ഒരു വ്യക്തിയുടെ ഓർമ്മകളെ നൂറ്റാണ്ടുകളിലൂടെ എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്നതിൻ്റെ വളരെ കൃത്യമായൊരു മനഃശാസ്ത്രമാണ്. അപ്പം നമ്മുടെ മുന്നിലുള്ള രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം, ഈ ഉബാൾഡോ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നല്ല വരുന്നതെന്നാണ്. അനാഥനായി വളർന്ന ഒരു കുട്ടിയാണ്. അതെ, അനാഥനായ കുട്ടി പിന്നീട് ആ നഗരത്തിന്റെ ബിഷപ്പായി മാറുന്നു. പക്ഷേ എന്റെ ശ്രദ്ധയെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവമാണ്. അതായത്, നഗരത്തിൽ ഒരു മതിൽ നിർമ്മിക്കുന്നതിനിടയിൽ അവിടെയുണ്ടായിരുന്ന ഒരു കൽപ്പണിക്കാരൻ യാതൊരു പ്രകോപനവുമില്ലാതെ അദ്ദേഹത്തെ പിടിച്ച് നനഞ്ഞ സിമന്റിലേക്ക് തള്ളിയിടുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. അല്ല, അക്കാലത്ത് അധികാരത്തിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന ഒരു ബിഷപ്പിനോട് ഒരു സാധാരണ തൊഴിലാളി ഇങ്ങനെ ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണല്ലോ. ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്തായിരുന്നു? അപ്പോൾ നമ്മൾ ഈ സംഭവത്തെ 11-ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ കാണണം. അതായത് 1084-ൽ ജനിച്ച ആളാണ് ഉബാൾഡോ. അന്ന് മതമേലധ്യക്ഷന്മാർക്ക് രാജാക്കന്മാരോളം തന്നെ അധികാരമുണ്ടായിരുന്നു. വലിയ പവറുള്ള സമയം. അതെ അതെ. ഈ സിമന്റിലേക്ക് തള്ളിയിട്ട് ആ തൊഴിലാളിയെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഉബാൾഡോയ്ക്ക് തൂക്കിലേറ്റാമായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ മുഴുവൻ നാടുകടത്താമായിരുന്നു. ജനങ്ങളത് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ജനങ്ങൾക്ക് ഇയാളെ ശിക്ഷിക്കണമെന്നായിരുന്നു അല്ലേ? അതെ. പക്ഷെ ഉബാൾഡോ ചെയ്തത് അതല്ല. അദ്ദേഹം ചെളിപുരണ്ട വസ്ത്രങ്ങളോടെ എഴുന്നേറ്റ് നിന്ന് ആ തൊഴിലാളിയോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഓഹോ. ഈ സംഭവം വെറുമൊരു ക്ഷമിക്കൽ മാത്രമല്ല, അതൊരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു. അധികാരമെന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ളതല്ല, മറിച്ച് അവരെ മനസ്സിലാക്കാനുള്ളതാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ശരിക്കും ആ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇതൊരു ആധുനിക കാലത്തെ ക്രൈസിസ് നെഗോസിയേറ്ററുടെ സ്വഭാവമായി വളരെ അടുത്തു നിൽക്കുന്നു എന്നാണ്. വളരെ കൃത്യമായ ഉപമയാണ്. അതായത്, ഒരു സംഘർഷമുണ്ടാകുമ്പോൾ ആയുധം കൊണ്ടോ അധികാരം കൊണ്ടോ അതിനെ നേരിടാതെ വളരെ അപ്രതീക്ഷിതമായ ഒരു രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് എതിരാളിയുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുക. ഈയൊരു കഴിവ് തന്നെയല്ലേ പിന്നീട് ആ വലിയ യുദ്ധത്തിൽ നിന്ന് ഗുബ്ബിയോ നഗരത്തെ രക്ഷിക്കാനും അദ്ദേഹത്തെ സഹായിച്ചത്? തീർച്ചയായും. ഞാൻ വായിച്ച രേഖകളിൽ 1155-ൽ നടന്ന ആ ആക്രമണത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. 1155-ലെ ആ സംഭവം യൂറോപ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൊന്നാണ്. ഫ്രെഡറിക് ബാർബറോസ എന്ന അതിക്രൂരനായ റോമൻ ചക്രവർത്തി ഇറ്റലിയിലെ നഗരങ്ങൾ ഒന്നൊന്നായി ചുട്ടരിച്ചു മുന്നേറുന്ന സമയമാണത്. എല്ലാവരെയും പേടിപ്പിച്ചൊരു രാജാവ്. അതെ. ഗുബ്ബിയോയുടെ തൊട്ടടുത്തുള്ള സ്പൊലേറ്റോ എന്ന നഗരം ബാർബറോസയുടെ സൈന്യം പൂർണ്ണമായും ചാമ്പലാക്കി കഴിഞ്ഞിരുന്നു. ആ വലിയ തീയുടെ പുക
ഗുബിയോയുടെ ജനങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പോ സ്വാഭാവികമായും അടുത്തിടെ തങ്ങളാണെന്ന ഭയത്തിൽ നഗരം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമായിരിക്കും. അതെ, ഈയൊരു സാഹചര്യത്തിലാണ് പ്രായമേറെയുള്ള ശാരീരികമായി വളരെ ക്ഷീണിതനായ ഉബാൾഡോ ഒരു വലിയ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹം യാതൊരു ആയുധവുമില്ലാതെ, കൂടെ അംഗരക്ഷകരില്ലാതെ നഗരമതിലുകൾക്ക് പുറത്തേക്ക് ബാർബറോസയുടെ ആ വലിയ സൈന്യത്തിനു മുന്നിലേക്ക് ഒറ്റയ്ക്ക് നടന്നുപോയി. അല്ല, ശരിക്കും അതൊരു ആത്മഹത്യാപരമായ തീരുമാനമായിരുന്നില്ലേ? ഒരു ക്രൈസിസ് നെഗോസിയേറ്ററുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് കൃത്യമായി യോജിക്കുന്നത്. അവര് ആയുധമില്ലാതെയാണല്ലോ ശത്രുവിന്റെ മുന്നിലേക്ക് പോകുക. ശരിയാണ്. എതിരാളി എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സ്ക്രിപ്റ്റുണ്ട്. ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ കീഴടങ്ങുക. പക്ഷേ ഉബാൾഡോ ഈ രണ്ട് സ്ക്രിപ്റ്റും അങ്ങ് തെറ്റിച്ചു. പകരം അദ്ദേഹം സംഭാഷണത്തിന്റെ വഴി തെരഞ്ഞെടുത്തു. ഇതിന്റെ പിന്നിലെ തന്ത്രം എന്തായിരുന്നു ശരിക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാർബറോസയെപ്പോലെ സദാസമയവും യുദ്ധവും ചോരയും മാത്രം കണ്ടിട്ടുള്ള ഒരു ചക്രവർത്തിക്കു മുന്നിലേക്ക് യാതൊരു ഭയവുമില്ലാതെ തികച്ചും ശാന്തനായി ഒരു വൃദ്ധൻ കടന്നുവരുന്നു. യുദ്ധത്തിന്റെ ഭാഷ മാത്രം അറിയാവുന്ന ഒരു സൈന്യത്തിനു മുന്നിൽ ഈ ശാന്തത എന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതുവരെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യന് മരണഭയമില്ലെന്ന് ബാർബറോസ തിരിച്ചറിഞ്ഞു. ഓ, അവിടെ ആയുധങ്ങളെക്കാളും മൂർച്ചയുണ്ടായിരുന്നത് ഉബാൾഡോയുടെ ആ ആത്മവിശ്വാസത്തിനായിരുന്നു അല്ലേ? അതെ. ഒടുവിൽ ആ നഗരത്തെ ആക്രമിക്കാതെ ബാർബറോസ തന്റെ സൈന്യവുമായി പിന്മാറി. ഗുബ്യോയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തിൽ നിന്നുള്ളൊരു വലിയ ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു. അന്നുമുതൽ ഉബാൾഡോ അവർക്ക് വെറുമൊരു ബിഷപ്പല്ല, പിന്നെ അവരുടെ ജീവൻ കാത്ത സാക്ഷാൽ സംരക്ഷകനായി മാറി. അപ്പോ ഈയൊരു സംരക്ഷകൻ എന്ന ഇമേജ് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് എന്റെ തല ശരിക്കും പുകയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഓട്ടമത്സരമുണ്ടല്ലോ, ഫെസ്റ്റ ഡേ ചേരി. ഫെസ്റ്റ ഡേ ചേരി. സമാധാനപ്രിയനായ ഒരാൾ, യുദ്ധം ഒഴിവാക്കിയ ഒരാൾ. അദ്ദേഹത്തെ സ്മരിക്കാൻ ജനങ്ങൾ എന്തിനാണ് 300 കിലോ ഭാരമുള്ള ഈ മരത്തൂണുമൽ ചുമന്നുകൊണ്ട് മലമുകളിലേക്ക് ഭ്രാന്തന്മാരെ പോലെ ഓടുന്നത്? വളരെ ശാന്തമായിട്ടും മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതിനു പകരം എന്തിനാണ് ഇത്രയും കായികമായ ഒരു ആചാരം അവർ തിരഞ്ഞെടുത്തത്? അവിടെയാണ് മനുഷ്യന്റെ ഓർമ്മകളും ആഘാതങ്ങളും, അതായത് ട്രോമകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. 1160-ൽ ഉബാൾഡോ മരിച്ചതിനു ശേഷം ആദ്യകാലങ്ങളിൽ അവർ ചെറിയ മെഴുകുതിരികൾ കത്തിച്ചാണ് അദ്ദേഹത്തെ സ്മരിച്ചിരുന്നത്. അപ്പോ തുടക്കത്തിലതൊരു ചെറിയ ആചാരമായിരുന്നു അല്ലേ? അതെ. ഇറ്റാലിയൻ ഭാഷയിൽ മെഴുകുതിരികളെ ചെറി എന്ന് വിളിക്കും. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ചെറിയ മെഴുകുതിരികളുടെ സ്ഥാനത്ത് 5 മീറ്റർ ഉയരവും 300 കിലോ ഭാരവുമുള്ള കൂറ്റൻ മരത്തൂണുകളായി അത് മാറി. അതിനു മുകളിൽ വിശുദ്ധന്മാരുടെ പ്രതിമകളും സ്ഥാപിച്ചു. ശരിക്കും എന്തിനായിരിക്കും ഇത്രയും വലിയൊരു മാറ്റം? ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു മനഃശാസ്ത്രമുണ്ട്. ബാർബറോസയുടെ സൈന്യം നഗരം വളഞ്ഞപ്പോൾ ആ ജനത അനുഭവിച്ച ഭയത്തിന്റെയും പിന്നീട് ഉബാൾഡോ അത് പരിഹരിച്ച് തിരികെ മലയിറങ്ങി വന്നപ്പോൾ അവർക്ക് ലഭിച്ച ആശ്വാസത്തിന്റെയും അളവ് എത്രത്തോളമായിരുന്നു എന്ന് ചിന്തിക്കുക. അതൊരു വലിയ റിലീഫായിരുന്നിരിക്കും. അതെ. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലെ അഡ്രിനാലിൻ റഷ്, ആ തീവ്രമായ വികാരം, അതിനെ വെറുമൊരു പ്രാർത്ഥനയിലൂടെ പുനരാവിഷ്കരിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ഓ, അതായത് ആ ചരിത്ര നിമിഷത്തിലെ ഭയത്തെയും ആശ്വാസത്തെയും ഭൗതികമായി തന്നെ അവർക്ക് വീണ്ടും അനുഭവിക്കണമല്ലേ? കൃത്യം. ആ 300 കിലോ ഭാരം എന്നത് അവരുടെ അന്നത്തെ ഭയത്തിന്റെ പ്രതിരൂപമാണ്. ആ ഇടുങ്ങിയ തെരുവുകളിലൂടെയുള്ള കഠിനമായ ഓട്ടം എന്നത് അവരുടെ അതിജീവനത്തിന്റെ പ്രതീകവും. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതെ, ഭയങ്കര സവിശേഷമായ ഒരു ആചാരമാണിത്. അപ്പോൾ ഈ ഓട്ടമത്സരത്തിലെ നിറങ്ങളും വിഭാഗങ്ങളും ഇതിന്റെ ഭാഗമായി വന്നതാണോ? കാരണം നമ്മുടെ സ്രോതസ്സുകളിൽ പ്രധാനമായും 3 നിറങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തികച്ചും. സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിലുള്ള ജനങ്ങൾ എങ്ങനെയാണ് ഈ ആചാരത്തിന്റെ ഭാഗമാകുന്നത് എന്നതാണ് ഈ നിറങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കൂറ്റൻ മരത്തൂണുകൾ ചുമക്കുന്ന 3 സംഘങ്ങളുണ്ട്. അതിൽ പ്രധാനികൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച കൽപ്പണിക്കാരുടെ വിഭാഗമാണ്. ആർ വിശുദ്ധ ഉബാൾഡോയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, അതൊരു വലിയ വിരോധാഭാസമല്ലേ? ഉബാൾഡോയെ പണ്ട് നനഞ്ഞ സിമന്റിലേക്ക് തള്ളിയിട്ടത് ഒരു കൽപ്പണിക്കാരനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നിട്ടും അദ്ദേഹത്തെ പ്രതിനിധീകരിക്കാൻ കൽപ്പണിക്കാരെ തന്നെ തിരഞ്ഞെടുത്തു എന്നത് ചരിത്രത്തിന്റെ ഒരു വല്ലാത്ത കാവ്യനീതിയായിരിക്കാം. അതെ, ആ ഒരു ബന്ധം വളരെ ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല, നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ച രണ്ടാമത്തെ വിഭാഗം വ്യാപാരികളുടേതാണ്. അവർ വിശുദ്ധ ജോർജനെയാണ് ചുമക്കുന്നത്. അപ്പോ മൂന്നാമത്തെ വിഭാഗമോ?
കറുപ്പ് നിറം ധരിച്ച മൂന്നാമത്തെ സംഘം കർഷകരുടേതാണ്. അവർക്ക് വിശുദ്ധ ആന്റണിയുമാണുള്ളത്. ഈ ഭാരം ചുമന്നുകൊണ്ട് നഗരത്തിലൂടെയും പിന്നീട് മൗണ്ട് ഇഞ്ചിനോയുടെ മുകളിലെ ബസിലിക്കയിലേക്കും അവർ ഓടിക്കയറുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു സാധാരണ ഉത്സവമല്ല എന്ന്. അതെ, മറിച്ച് തലമുറകളായി അവർ കൈമാറി വന്ന ഒരു അതിജീവനത്തിന്റെ ആഘോഷമാണത്. ഈ ഓട്ടമത്സരത്തിന്റെ മനഃശാസ്ത്രം എനിക്ക് വ്യക്തമായി. പക്ഷേ നാം ഇന്ന് പരിശോധിക്കുന്ന ഈ രേഖകളിൽ എന്നെ ഏറ്റവും കുഴപ്പത്തിലാക്കിയ ഒരു സാധനമുണ്ട്. എന്താണത്? 1618 കാർലോ ഒലിവിയേരി എഴുതിയ ബാക്യുലസ് ഡെമോണം എന്ന പുസ്തകം. ഇതൊരു സാധാരണ പുസ്തകമല്ല, ഭൂതോച്ചാടനത്തിനുള്ള, അതായത് എക്സോർസിസത്തിനുള്ള വളരെ വിശദമായ ഒരു മാനുവലാണ്. ബാക്യുലസ് ഡെമോണം. അതിൽ പറയുന്നത് ഗുബ്ബിയോ നഗരം പിശാചുബാധ ഒഴിപ്പിക്കാനുള്ള ഒരു വലിയ കേന്ദ്രമായി മാറിയെന്നാണ്. അതിലുപയോഗിക്കുന്ന പ്രധാന മന്ത്രങ്ങളിലൊന്ന് വിശുദ്ധ ഉബാൾഡോയുടെ നാമത്തിൽ ഞാൻ നിന്നെ പുറത്താക്കുന്നു എന്നാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഒരു ക്രൈസിസ് നെഗോഷിയേറ്ററെ പോലെ യുദ്ധമൊഴിവാക്കിയ സമാധാനപ്രിയനായ ഉബാൾഡോ എങ്ങനെയാണ് പെട്ടെന്ന് പിശാചുകളെ വേട്ടയാടുന്ന, ഭൂതങ്ങളെ വിറപ്പിക്കുന്ന ഒരാളായി മാറിയത്? എനിക്കിതിന്റെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അപ്പോ ഇതിന്റെ ഉത്തരം 17ാം നൂറ്റാണ്ടിലെ യൂറോപ്പിന്റെ സാമൂഹിക ചുറ്റുപാടുകളിലാണ് കിടക്കുന്നത്. ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് സ്വർണകാലഘട്ടം എന്നാണ്. സ്വർണകാലഘട്ടമോ? എന്തിന്റെ? ഗോൾഡൻ ഏജ് ഓഫ് ദ ഡെമോണിക്. അതായത് ദുർമന്ത്രവാദികളെയും പിശാചുക്കളെയും കുറിച്ചുള്ള ഭയം യൂറോപ്പിലുടനീളം പടർന്നു പിടിച്ച സമയം. അവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചു. 12ാം നൂറ്റാണ്ടിൽ അവർക്ക് ഭയക്കാൻ ബാർബറോസയെ പോലെയുള്ള ശത്രുരാജ്യങ്ങളുടെ വലിയ സൈന്യങ്ങളുണ്ടായിരുന്നു. അതായത് ശത്രു അവരുടെ കൺമുന്നിൽ വ്യക്തമായിരുന്നു എന്ന് സാരം. അതെ. എന്നാൽ 17ാം നൂറ്റാണ്ടായപ്പോഴേക്കും അവരുടെ ശത്രുക്കൾ അദൃശ്യരായി മാറി. പകർച്ചവ്യാധികൾ, മാറാരോഗങ്ങൾ, ദാരിദ്ര്യം, ഇതിനെയെല്ലാം അവർ അദൃശ്യരായ പിശാചുക്കളുടെ ആക്രമണമായാണ് കണ്ടത്. അതായത് ജനങ്ങളുടെ ഭയം മാറി, ശത്രു മാറി. അപ്പോ അവരുടെ മുന്നിലുള്ള ആ പഴയ സംരക്ഷകന്റെ ഇമേജ് ഈ പുതിയ ഭയത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് ചുരുക്കം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ ഈ മൊബൈൽ ഫോണുകളിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ സമൂഹത്തിന്റെ പുതിയ ആവശ്യങ്ങൾക്കായി ഉബാൾഡോ എന്ന പുണ്യവാളന്റെ ഐഡന്റിറ്റി തന്നെ സഭ മാറ്റിയെഴുതി, അല്ലേ? വളരെ കൃത്യമായൊരു ഉദാഹരണമാണത്. ജനങ്ങൾക്ക് അവരുടെ പ്രൊട്ടക്ടർ അഥവാ സംരക്ഷകനെ ആവശ്യമുണ്ടായിരുന്നു. പണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വാളേന്തിയ സൈന്യത്തിൽ നിന്നാണ് അവരെ കാത്തത്. അപ്പോ ഇപ്പോ അദ്ദേഹം സ്വർഗത്തിലായതുകൊണ്ട് പിശാചുക്കളിൽ നിന്ന് കാക്കാൻ പറ്റുമെന്ന് അവർ വിശ്വസിച്ചു. അതെ അതെ. കാർലോ ഒലിവിയേരിയുടെ ആ പുസ്തകം ഗുബ്ബിയോയിൽ വെച്ച് തന്നെ എഴുതപ്പെട്ടതും ഉബാൾഡോയുടെ പേര് ആ മന്ത്രങ്ങളിൽ ഉപയോഗിച്ചതും യാദൃശികമല്ല. അത് സഭ വളരെ ബോധപൂർവം ജനങ്ങളുടെ വിശ്വാസത്തെ പുതിയ രീതിയിൽ ഉപയോഗിച്ചതാണ്. അങ്ങനെയാണ് സമാധാനപ്രിയനായ ഒരു മനുഷ്യൻ തന്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വലിയ ആത്മീയ പോരാളിയായി, അന്ധകാര ശക്തികൾക്കെതിരെയുള്ള ആയുധമായി രൂപമാറ്റം പ്രാപിക്കുന്നത്. ഈ ചരിത്രരേഖകൾ നമ്മെ കൊണ്ടുപോകുന്ന വഴികള് ശരിക്കും അവിശ്വസനീയമാണ് കേട്ടോ. കാലത്തിനനുസരിച്ച് ഉബാൾഡോ എന്ന വ്യക്തിയുടെ ഓർമ്മകൾക്ക് ഗുബ്ബിരയിൽ വെച്ച് തന്നെ ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചു. ശരിയാണ്. എന്നാൽ ഈ സ്രോതസ്സുകളിലെ ഏറ്റവും അവസാനത്തെ രേഖകൾ എന്നെ കൊണ്ടുപോയത് ഇറ്റലിയിലല്ല, മറിച്ച് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അമേരിക്കയിലേക്കാണ്. ജെസപ്പിലെ കാര്യം? അതെ. 1909 അമേരിക്കയിലെ പെൻസിൽവേനിയയിലുള്ള ജെസപ്പ് എന്ന നഗരത്തിൽ നിന്നുള്ള വിവരങ്ങളാണിത്. അവിടെയും ഇതേ ഫെസ്റ്റ ഡേ ചെരി നടക്കുന്നുണ്ട്. അവർ അതിനെ വിളിക്കുന്നത് റേസ് ഓഫ് ദ സെയിൻസ് എന്നാണ്. അതെ, ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ കൽക്കരി ഖനിത്തൊഴിലാളികളാണ് ഇതവിടെ ആരംഭിച്ചത്. എന്റെ ചോദ്യം ഇതാണ്. വളരെ കഠിനമായ ഇരുണ്ട കൽക്കരി ഖനികളിൽ നടുവൊടിയുന്ന ജോലി ചെയ്യുന്ന ഈ മനുഷ്യർ എന്തിനാണ് തങ്ങളുടെ വിശ്രമ ദിവസങ്ങളിൽ 300 കിലോ ഭാരമുള്ള ഈ മരത്തൂണുകൾ ചുമന്നുകൊണ്ട് അമേരിക്കൻ തെരുവുകളിലൂടെ ഓടാൻ തീരുമാനിച്ചത്? അവർക്കത് അവിടെ ഒഴിവാക്കാമായിരുന്നില്ലേ? അവിടെയാണ് കുടിയേറ്റക്കാരുടെ മനഃശാസ്ത്രവും പാരമ്പര്യങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നാം തിരിച്ചറിയുന്നത്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് തികച്ചും അപരിചിതമായൊരു രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന അപകടം നിറഞ്ഞ കൽക്കരി ഖണികളിൽ ജോലി ചെയ്യുന്ന മനുഷ്യരെ ഒന്ന് സങ്കല്പിക്കുക. ഭയങ്കര കഷ്ടപ്പാടുള്ള ജീവിതമായിരിക്കും. അതെ. അവർക്ക് ചുറ്റുമുള്ളതെല്ലാം അപരിചിതമാണ്. ഭാഷ, സംസ്കാരം, കാലാവസ്ഥ ഒക്കെ. അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഈ ആചാരം അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു, അല്ലേ? തീർച്ചയായും. ഈ മരത്തൂണുകൾ ചുമക്കുമ്പോൾ അതവർക്ക് വെറുമൊരു ഭാരമായിരുന്നില്ല.
മറിച്ച് തങ്ങളുടെ നാടുമായുള്ള തങ്ങളുടെ വേരുകളുമായുള്ള ഏറ്റവും ശക്തമായ വൈകാരിക ബന്ധമായിരുന്നു. അതായത് ആ കനത്ത മരത്തൂണുകൾ അവരുടെ ചുമലിലിരിക്കുമ്പോൾ അവർ വെറും ചൂഷണം ചെയ്യപ്പെടുന്ന ഖനിത്തൊഴിലാളികളല്ല, മറിച്ച് ഗുബ്യോ എന്ന മഹത്തായ നഗരത്തിന്റെ പൗരന്മാരും തങ്ങളുടെ സ്വന്തം സംരക്ഷകന്റെ പോരാളികളുമാണ് എന്ന് അവരവരെ തന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതെ അതെ. അവിടെ ആ ഭാരം അവർക്ക് നൽകിയത് ക്ഷീണമല്ല, മറിച്ച് തങ്ങൾ ആരാണ് എന്നതിന്റെ ആത്മവിശ്വാസമാണ്. ആ ഇരുണ്ട ഖനികളിലെ ഭയത്തെ അതിജീവിക്കാനുള്ള കരുത്താണ്. കൃത്യം. മനുഷ്യർ എവിടെ പോയാലും അവരുടെ ഭയങ്ങളെയും പ്രതീക്ഷകളെയും അവർ കൂടെ കൊണ്ടുപോകും. ജസപ്പിലെ ആ തെരുവുകളിലൂടെ ഓടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഗുബ്യോയിലെ മലമുകളിലേക്കാണ് മാനസികമായി ഓടിക്കയറുന്നത്. ശരിക്കും അതൊരു മനോഹരമായ ചിന്തയാണ്. ഉബാൾഡോ എന്ന സംരക്ഷകന്റെ സാന്നിധ്യം അവർ അമേരിക്കയിലും അങ്ങനെ പുനഃസൃഷ്ടിച്ചു. ഇതാണ് പാരമ്പര്യങ്ങളുടെ ശക്തി. അത് കേവലമൊരു വിശ്വാസം മാത്രമല്ല, മനുഷ്യന്റെ വൈകാരികമായ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ ആയുധം കൂടിയാണ്. നമ്മൾ ഈ ഒരു അന്വേഷണം തുടങ്ങിയത് തികച്ചും ബന്ധമില്ലാത്ത 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സമാധാനപ്രിയനായ ഒരു മനുഷ്യൻ, വലിയ ഭാരവുമേന്തിയുള്ള ഒരു ഓട്ടമത്സരം, പിന്നെ പിശാചുക്കളെ തുരത്തുന്ന പുസ്തകം. ഇതിപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് അമേരിക്കയിലെ കൽക്കരി ഖനികളിലാണ്. അതെ, ചരിത്രമെന്ന് പറയുന്നത് എന്തൊക്കെയോ സംഭവങ്ങളുടെ വെറും കണക്കെടുപ്പല്ല എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി. മനുഷ്യ സമൂഹം എക്കാലത്തും തങ്ങളുടെ പ്രതിസന്ധികളെ മറികടക്കാൻ, തങ്ങളുടെ ഭയങ്ങളെ നേരിടാൻ സ്വന്തം ചരിത്രത്തെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുകയായിരുന്നു. ഉബാൾഡോ എന്ന വ്യക്തിയേക്കാൾ ഉബാൾഡോ എന്ന ആശയമാണ് ഇവിടെ വിജയിച്ചത്. ശരിയാണ്. ഈ ഒരു കാര്യമാണ് ചരിത്രപഠനത്തെ എപ്പോഴും ജീവനുള്ള ഒന്നാക്കി മാറ്റുന്നത്. നമ്മളിന്ന് കാണുന്ന പല ആചാരങ്ങളുടെയും പുറകിലെ യഥാർത്ഥ കാരണം ഒരുപക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യൻ നേരിട്ട വളരെ വ്യത്യസ്തമായ ഏതോ ഒരു പ്രതിസന്ധിയായിരിക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും ഒന്നുണർത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഉത്സവങ്ങളും നിങ്ങൾ പിന്തുടരുന്ന ആചാരങ്ങളും വെറുതെ ആകാശത്തുനിന്ന് പൊട്ടിവീണതല്ല. അതിന്റെ എല്ലാം പിന്നിൽ മനുഷ്യന്റെ കണ്ണുനീരിന്റെയും ഭയത്തിന്റെയും അതിജീവനത്തിന്റെയും വളരെ ആഴത്തിലുള്ള കഥകളുണ്ട്. നമ്മുടെ ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് എന്നെ ഏറെ അലട്ടിയൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നാം ഒരു വ്യക്തിയെ ആദരിക്കാനോ ഓർമ്മിക്കാനോ വേണ്ടി വലിയ ആചാരങ്ങളും പ്രതീകങ്ങളും നിർമ്മിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അവരുടെ യഥാർത്ഥ ചരിത്രത്തെയും അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അതോ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഭയങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ആ വ്യക്തിയെ നമുക്കിഷ്ടമുള്ള ഒരു രൂപത്തിലേക്ക്, ഒരു കളിമൺ പ്രതിമയെപ്പോലെ മാറ്റിയെടുക്കുകയാണോ? ചരിത്രം എന്നത് സത്യങ്ങളുടെ ശേഖരമാണോ, അതോ നമ്മെ ആശ്വസിപ്പിക്കാൻ നാം തന്നെ നിർമ്മിച്ചെടുക്കുന്ന കഥകളാണോ? ഈ വലിയ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ പൂർണ്ണമാക്കാം. കൂടുതൽ ചരിത്ര രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.